ഏവർക്കും നൊമാഡിക് നിക്കോണിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് കകനക്കോട്ടെ സഫാരി സെൻറ്ററിലാണ്. അവിടുത്തെ സഫാരിയും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇത്തവണത്തെ കബനി യാത്ര ബാവലി വഴിയാണ്. സാധാരണ മുത്തങ്ങ വഴിയാണ് പോകാറ്. ഇത്തവണ ബാവലി വഴി പോകാമെന്ന് തീരുമാനിച്ചു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന കാലം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ടൈഗറിൻ്റെയും ലെപ്പേഡിൻ്റെയും ഫോട്ടോ എടുക്കുക എന്നുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീസിൻ്റെ ഒരു പാരഡൈസ് തന്നെയാണ് കബനി. അവിടെ ടൈഗറും ലെപ്പേഡും നമ്മൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ടിങ് നടക്കാറുള്ളത്. കബനിയിലേക്ക് നമുക്ക് 2 റൂട്ട് വഴി പോവാം. ഒന്ന് വയനാട് വഴി, വേറൊന്ന് നിലമ്പൂർ ഗൂഡല്ലൂർ വഴി, അങ്ങനെ 2 റൂട്ടുണ്ട്. ഞങ്ങളതിൽ വയനാട് വഴി പോകാനാണ് തീരുമാനിച്ചത്. തിരിച്ചു വരുമ്പോൾ ഗൂഡല്ലൂർ വഴി വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. 2 സ്റ്റേറ്റും 2 ടൈഗർ റിസർവും കടന്നിട്ടാണ് നമ്മുടെ ഈ യാത്ര. കേരള ടു കേരള ഒരു സർക്കിൾ ട്രിപ്പാണിത്. ബാവലി റോഡിൽ ടാറിംഗ് വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ. നമുക്ക് നാഗർഹോളയിൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ സെറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മാനുകളാണ്. ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ റൂട്ട് വരുന്നതാണ് നല്ലത്. ഈ കാണുന്നത് കമ്പനിയുടെ ഐക്കോണിക് എലിഫൻ്റ് ആയിരുന്ന ഭോഗേശ്വരൻ നാനയുടെ ഒരു ശില്പമാണ്. ഇവൻ ഇപ്പോൾ ചെരിഞ്ഞിട്ട് കുറച്ച് നാളായി. 2:30ക്കാണ് സഫാരിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഇതിൻ്റെ പുറകെ തന്നെയാണ് റോയൽ ഇൻ എന്ന് പറയുന്ന ആ സ്റ്റേ ഉള്ളത്. നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സഫാരി പോയിൻറ്റിൽ വന്നു. കകനക്കോട്ടെ സഫാരി പോയിൻ്റാണ്. ഇത് തന്നെയാണ് കബനി എന്ന് പറയുന്നത്. കബനിയിൽ 2 ടൈപ്പ് സഫാരി വെഹിക്കിൾസ് ആണുള്ളത്. ഒന്ന് ഈ കാണുന്ന ബസ്സും പിന്നെ ഈ കാണുന്ന ക്യാൻഡർ ജീപ്പും ആണുള്ളത്. നമുക്ക് ടിക്കറ്റ് ഇവിടുന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ജീപ്പ് സഫാരിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു കോൾ കിട്ടിയായിരുന്നു, ടൈഗറിൻ്റെ ഒരു സൈറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇവിടെ ജീപ്പ് ഡ്രൈവേഴ്സ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ടൈഗറിനെ എന്തെങ്കിലും സ്പോട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കിട്ടും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈഗർ സെറ്റിംഗ് ആണ് ഈ കാണുന്നത്. മഗ്ഗെ ഫീമെയിൽ എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഫീമെയിൽ ടൈഗറസാണ് ഈ പോകുന്നത്. നാഗർഹോള ടൈഗർ റിസർവിലെ ഏറ്റവും വലിയ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ മഗ്ഗെ ഫീമെയിലാണ്. റസ്ലൈൻ ഫീമെയിലിൻ്റെ മകളാണ് മഗ്ഗെ. ക്യൂൻ ഓഫ് കബനി എന്ന ഒരു വിളിപ്പേരും പുള്ളിക്കാരത്തേക്കുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ അടുത്ത സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ഗ്രേ ഫ്രാങ്ക്ലിനാണ്. കൗതാരി അല്ലെങ്കിൽ കോഴിക്കാട് എന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര്. നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്പോട്ടഡ് ഡിയറാണ്. സ്പോട്ടഡ് ഡിയർ പുല്ലുമേഞ്ഞ് നിൽക്കുന്ന ഈ വിഷ്വൽസ് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇതിൽ ഈ പച്ചപ്പ് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ മഴയെല്ലാം കഴിഞ്ഞിട്ട് കാട് ഒരു പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ വിഷ്വൽസിനും ആ ഒരു പച്ചപ്പുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വീഡിയോസും പിക്ചറുമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മുടെ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാട്ടുകളാണ്. കാട്ടുകളുടെ ഒരു കൂട്ടം അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന സാമ്പാർ ഡിയറാണ്. കബനിയിലെ സഫാരി എന്ന് പറയുന്നത് അനിമൽസിനെ നമുക്ക് അടുത്ത് കാണാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ കൂടുതലും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൈഗർ സൈറ്റിങ്ങിനും ലെപ്പേർഡ് സൈറ്റിങ്ങിനുമാണ്. നമ്മൾ പല സ്ഥലങ്ങളും ഇങ്ങനെ പോയി നോക്കണം ടൈഗറിനെ കാണണമെന്നുണ്ടെങ്കിൽ. ടൈഗറിനെ സ്പോട്ട് ചെയ്യാനുള്ള 1-2 രീതികളെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പാക്ക് മാർക്കുകൾ നോക്കും. അതുപോലെ ലങ്കൂറുകളുടെ അലാം കോൾസ്, മറ്റ് അനിമൽസിൻ്റെ അലാം കോൾസ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ടൈഗറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ആന ഫാമിലിയാണ്. ഇതിൽ കുട്ടിയാനകളെല്ലാം ഉണ്ട്.
ഇപ്പോൾ നേരം സന്ധ്യയായി തുടങ്ങി, ഇരുട്ടെല്ലാം വീണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മഗ്ഗേ ഫീമേലിൻ്റെ ഒരു സ്പോട്ടിങ് മാത്രമാണ് കിട്ടിയത്, പിന്നെ ടൈഗറോ ലെപ്പേർഡോ ഒന്നും കിട്ടിയില്ല. നമ്മുടെ അടുത്ത സൈറ്റിംഗ് എന്ന് പറഞ്ഞത് ഈ കാട്ടുപോത്തുകളാണ്. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റെല്ലാം കുറഞ്ഞു. ഈ കാണുന്നത് വൈൽഡ് ഡോഗ് അഥവാ ഡോല എന്നറിയപ്പെടുന്ന കാട്ടുപട്ടികളാണ്. ഒരു ഹണ്ട് നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ പയ്യെ പോവുകയാണ്. ഒരു മാൻകൂട്ടത്തെ അവൻ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള വേട്ടക്കാരാണ് ഈ വൈൽഡ് ഡോഗ്സ്. ഇവർ ആനിമൽസിനെ കൊല്ലാതെ തന്നെ ലൈവായിട്ട് അവയെ കഴിക്കും. മറ്റ് പ്രെഡേറ്റേഴ്സിനെ പോലെ ഇരയെ കൊന്ന് തിന്നാനുള്ള കഴിവ് ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്ത് അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കഴിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ വിചാരിച്ച പോലെ വൈൽഡ് ഡോഗ്സിൻ്റെ ഹണ്ടിങ്ങൊന്നും അവിടെ നടന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ സഫാരി ഇവിടെ അവസാനിച്ചു. കക്കനക്കോട്ടയിലെ ഡേ 1 സഫാരി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടൈഗർ സൈറ്റിംഗ് ഇന്ന് ഇവിടെ നിന്ന് കിട്ടി എനിക്ക്. അപ്പോൾ ഇനി നാളത്തെ ഒരു സഫാരി കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം. നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ മോർണിംഗ് സഫാരിക്ക് വന്നതാണ്. ഇന്നലെ മംഗേ ഫീമെയിലിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഇന്നും കൂടുതൽ ടൈഗർ സെറ്റിംഗ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ സഫാരി ആരംഭിക്കുകയാണ്. ഇതാണ് നമ്മുടെ സഫാരി വണ്ടി. രണ്ടാം ദിവസത്തെ സഫാരി ആരംഭിക്കുകയാണ്. 6 മണിക്കാണ് സഫാരി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 5:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം. രാവിലെ നല്ല തണുപ്പുണ്ട് എങ്കിലും ഈ കാട്ടിലൂടെയുള്ള ഈ പ്രഭാത സഫാരി എന്ന് പറയുന്നത് മറക്കാനാവാത്തൊരു അനുഭവമാണ്. നല്ലൊരു അടിപൊളി ബ്രെത്ത് ടേക്കിംഗ് മൊമെൻറ്റ്സ് ആണിത്. നമ്മുടെ ആദ്യത്തെ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ഈ കാട്ടുപോത്തുകളാണ്. ഇന്നലെ കാര്യമായിട്ട് ടൈഗർ ലെപ്പേർഡ് സൈറ്റിങ്ങൊന്നും നമുക്ക് കിട്ടിയില്ല. നമുക്കാകെ കിട്ടിയത് മഗ്ഗേ ഫീമെയിലിൻ്റെ കുറച്ച് വിഷ്വൽസാണ്. ഇന്നലെ ലെപ്പേർഡിൻ്റെ സൈറ്റിങ് നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അടുത്തതായി കിട്ടിയത് ഈ കാട്ടികളുടെ സൈറ്റിംഗ് ആണ്. സഫാരി ജീപ്പ് ഡ്രൈവേഴ്സ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവർ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു സ്പോട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് അപ്ഡേറ്റ് ചെയ്യും, അത് എല്ലാവരും ഇൻഫോം ചെയ്യും. അപ്പോൾ ഒരാൾക്കൊരു സ്പോട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്.
നമ്മുടെ മോർണിംഗ് സഫാരി ഇപ്പം അങ്ങനെ കഴിഞ്ഞു. പക്ഷേ കാര്യമായിട്ടുള്ള സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ടൈഗർ ലെപ്പർഡിൻ്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. നമുക്ക് കാട്ടിയും സ്പോട്ടഡ് ഡിയർ, പിന്നെ ഫ്ലെയിം ത്രോട്ടഡ് വുഡ് പെക്കർ, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 35ഓളം വണ്ടികൾ പോയാൽ ഇന്ന് ഏകദേശം ഒരു 3 വണ്ടിക്ക് മാത്രമാണ് 3 ലെപ്പർഡ് സൈറ്റിംഗ് കിട്ടിയത്. അപ്പോൾ ഇന്നൊരു ഡ്രൈ ഡേ ആയിരുന്നു. നമുക്ക് കാര്യമായിട്ട് ടൈഗറും ലെപ്പർഡും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ബന്ദിപ്പൂർ പോകുന്നുള്ളതാണ്. അപ്പോൾ ഒരു പെയിൻറ്റഡ് വർക്ക് ഈ തടാകത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയാണ്. അപ്പോഴാണ് 2 ആനകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ട് അതിൻ്റെ അത് കബനി റിസർവോയിൽ ഇറങ്ങി കുളിക്കുമായിരുന്നു. ആനയുടെ കാഴ്ചകളെല്ലാം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബന്ദിപ്പൂർ വഴി മസനഗുഡി പോകാനാണ്. മസനഗുഡി ആ റൂട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ച് മുതുമല വഴി ഗൂഡല്ലൂർ, അങ്ങനെ നിലമ്പൂർ വഴി തിരിച്ച് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ പോകുന്ന വഴിയിലൊരു ജലാശയം കണ്ടു. അപ്പോൾ അവിടെ വാട്ടർ ബേഡ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാമറയിലെടുത്ത് നടന്നു. ബേഡ്സിനൊന്നും സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല, എങ്കിലും അവിടുത്തെ ലാൻഡ്സ്കേപ്പ് വളരെ മനോഹരമായിരുന്നു. പോകുന്ന വഴിക്ക് സൂര്യകാന്തി ചെടികൾ പൂത്ത് നിൽക്കുന്ന പാടങ്ങളുണ്ടായിരുന്നു. നല്ല മനോഹരമായ ദൃശ്യമാണിത്. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെത്തി. ഇനിയുള്ള യാത്ര ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇനി വീഡിയോയിലുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ 3 ടൈഗർ റിസർവിലൂടെയാണ് നമ്മുടെ യാത്ര. ഒന്ന് നാഗർഹോൾ ടൈഗർ റിസർവ്, ഒന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, അടുത്തത് മുതുമലൈ ടൈഗർ റിസർവ്. അങ്ങനെ 3 ടൈഗർ റിസർവിലൂടെയാണ് നമ്മുടെ യാത്ര. പോകുന്ന വഴിക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ കണ്ട മനോഹരമായ കാഴ്ചയാണിത്. ഇതൊരു എലിഫൻറ്റ് ഫാമിലിയാണ്. കുട്ടി ആനകളെല്ലാം അതിൻ്റെ കൂടെയുണ്ട്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി മുതുമല ടൈഗർ റിസർവിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് മസനഗുഡിയിലേക്കുള്ള റൂട്ടാണ്. മസനഗുഡി റൂട്ടിലെ ആദ്യത്തെ സ്പോട്ടിംഗ് ഒരു കൂട്ടം ആനകളാണ്.
ഈ പുഴയ്ക്കപ്പുറം തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പാണ്. ഈ കാണുന്നത് കുങ്കിയാനകളാണ്. അപ്പോൾ അവയെ പാപ്പാമാർ കുളിപ്പിക്കുകയാണ്. ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.